മാന്യ വ്യക്തിത്വങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഇന്ന് ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകുന്ന പോരാളി എല്ലാ അംഗങ്ങളെയും അതോടൊപ്പം തന്നെ അതിശക്തമായ പ്രതിഷേധമായി കുമരങ്കേരി ജനനിവാസികൾ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. അതിനോട് ഒന്നിച്ച് 2020യും ഇതിനോട് കൂടെ അണിചേരുകയാണ്. ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, എല്ലാവരും ഇതിനെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ നാടിനെ ഒരു നല്ല നാടാക്കി മാറ്റുവാൻ ഈ ജാതിമത ഭേദമില്ലാതെ എല്ലാവരും അണിചേരുകയാണ്. ഏറ്റവും പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, പറാൽ കുമരങ്കരി റോഡ് വളരെ പരിതാപസ്ഥിതിയിലാണുള്ളത്. ഞാനും ഇതിലെ 2 വീലറിൽ സഞ്ചരിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഇത് വളരെ തകർന്നു കിടക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി അധികാരികളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് സാബു ചേട്ടനെ പോലുള്ളവരെ ധരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അധികാരിയുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു നടപടി ഉണ്ടായില്ല. അതുപോലെ തന്നെ ഈ റോഡ് നേരിടുന്ന മറ്റൊരു ഭീഷണിയാണ് മാലിന്യങ്ങൾ ഇവിടെ ഇരുളിൻ്റെ മറവിൽ കൊണ്ടുവന്ന് തള്ളുന്നു. ഇതിവിടെ തന്നെയല്ല, തൊട്ടപ്പുറത്ത് ആസ്മ പാലത്തിന് സമീപമുള്ള ആ റോഡിൻ്റെ സൈഡിലും മാലിന്യങ്ങൾ തള്ളുന്നു. മാലിന്യങ്ങൾ തള്ളുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറാൽ പ്രദേശം എന്ന് പറയുന്നത് ഒരു വിജനമായ സ്ഥലമല്ല. ഇവിടെ ശരിക്കും ആൾപ്പാർപ്പുള്ള സ്ഥലമാണ്. മാത്രമല്ല, പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കലാലയങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു, മതസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ആയതുകൊണ്ട് അവരതിൽ നിന്ന് മാറി നിൽക്കണം. ഇനി നിന്നില്ല എങ്കിൽ അധികാരം ഉപയോഗിച്ച് അവരെ അതിൽ നിന്ന് തടയേണ്ടതുണ്ട്. സത്യത്തിൽ ഇത്തരത്തിലൊരു സമരമുറ ഈ നാട്ടിലെ സഹോദരന്മാർക്ക് സ്വീകരിക്കാൻ അവർ നിർബന്ധിതരായതാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്. മാലിന്യം മാലിന്യം, നാട് മൊത്തം മാലിന്യം. ജ്വാലയാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. ഞങ്ങൾ ഉറക്കെ പറയുകയാണ്, നമ്മൾ ഒരുമിച്ച് പറയുകയാണ്, ഈ സമരമുറ ഒരു സൂചന മാത്രമാണ്. ഞങ്ങളെ ഇനി നിങ്ങൾ പരീക്ഷിക്കരുത്. നിങ്ങളുടെ മാലിന്യം ഞങ്ങളെ ആകെ രോഗികളാക്കുമെങ്കിൽ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകും. അതിന്റെ ഒരു സൂചന മാത്രമാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. അന്നം വരുന്ന നിർത്തിയ മാലിന്യങ്ങളും മറ്റേ കുട്ടികളും തള്ളി പണിയെടുക്കുന്ന കർഷകരെ രോഗപരിതരാക്കുന്ന നീതിന്മാർക്കാണ് പ്രതിഷേധമാണത്. വരും തലമുറയ്ക്ക് വേണ്ടി ഒരു കരുതലായി, ഒരു കൈത്താങ്ങായി നമ്മൾ കൈകോർക്കുകയാണ്. പകർച്ചവ്യാധികളും മാറാരോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ ഇരുളിന്റെ മറവിൽ മാലിന്യങ്ങൾ നിവാസികളും കുമരങ്കേരിക്കാരും എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും ഈ പ്രതിഷേധത്തിൽ അണിചേർന്നിട്ടുണ്ട്. ഒരു നാടിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
ഇതിന് നമ്മൾ ജയിപ്പിച്ചു വിട്ട നമ്മുടെ ജനപ്രതിനിധികൾ, MLA, മന്ത്രി, MP ഇങ്ങനെയുള്ള എല്ലാവരും ഈ കാര്യത്തിൽ ഇടപെടണം. ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാരിടപെടും. ഞങ്ങൾ ഇവിടുത്തെ ഭരണം ഏറ്റെടുക്കും. ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ച് ആ കസാര ഇരുത്തിയെങ്കിൽ ആ കസാരയിൽ നിന്ന് നിങ്ങളെ ഇറക്കുവാനും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ടാക്സാണ് നിങ്ങൾ എല്ലാ മാസവും എഴുതി മേടിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്താൽ കൊള്ളാം. ഏതാനും നിമിഷങ്ങൾക്കകം കുമരങ്കേരിയിൽ നിന്ന് യാത്ര തിരിച്ച നമ്മുടെ വാഹനജാഥ, കാൽനടയാഥ അഞ്ചുവിളക്ക് സ്ക്വയറിൽ വന്ന് എത്തിച്ചേരുന്നതാണ്. പറ കുമരങ്കേരിലെ വീരപുത്രന്മാർ. ഇനിയും അവർക്ക് മാലിന്യം ആ നാട്ടിൽ നിക്ഷേപിച്ചാൽ ശക്തമായ നിയമ നടപടിയിൽ കൂടെ അവർ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അധികാരികളുടെ അടുക്കൽ ഇതിന് വേണ്ടപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവർ പറഞ്ഞ് അതിൽ നിന്നൊന്നും അവർക്കിതുവരെ ഒരു നീതി നടപ്പിലാക്കാതെ ഇരുന്നപ്പോൾ ജനങ്ങൾ സ്വന്തമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അവരുടെ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. ഇതിൽ 2020 ഭാരവാഹികളും അണിചേരുകയാണ്. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു നിലവിളിയല്ല, ഒരു നാടിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ നിലവിളിയാണ്. ഇതിൽ ഞങ്ങൾ ഓരോരുത്തരും അവരോടൊപ്പം പങ്കുചേരുകയാണ്. ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രകടനം. ഈ ഇന്നത്തെ തീജ്വാല ഒരിക്കലും അണയുകയില്ല. ഇത് ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ഈ പ്രതിഷേധം ഞങ്ങൾ കാത്തു സംരക്ഷിക്കും. അതിനുവേണ്ടി ഞങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടതായിട്ട് വന്നാലും ഞങ്ങൾ ഉറക്കെ പറയുകയാണ്. ഞങ്ങളുടെ വരും തലമുറയ്ക്ക്, ഞങ്ങളുടെ മക്കൾക്ക് അവരെ രോഗത്തിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കും. അഞ്ചുവിളക്കിൻ്റെ നാട്ടിലേക്ക് കടന്നു വരുന്ന പ്രതിഷേധ ജാഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിർത്തിക്കും. അങ്ങനെ നിന്നോ. എടാ മോനെ, മൈക്ക് കൊടുക്കണേ. ഇവിടെ നിന്ന് പറയേണ്ടിയവർ ഇവിടെ നിന്ന് പറഞ്ഞോളൂ. സ്റ്റേജ് പോലെ ഇവിടെ നിന്ന് പറഞ്ഞോളൂ. ഇനി പോരാൻ പറ. അതെ, ഇനി പോരെ. ഇവിടെ നിന്ന് പറഞ്ഞു. ഇനി വാ, ഇവിടെ വാ. ഇവിടെ നിന്ന് പറഞ്ഞോന്നേ. ഇനി വാ, ഇവിടെ വാ. അല്ലല്ല, വണ്ടി മാറ്റാൻ നീളം കിട്ടും. പറോളിന്റെ മക്കൾ ഞങ്ങൾ, കൊമരങ്കരിയുടെ മക്കൾ ഞങ്ങൾ. പറോളിലെയും കൊമരങ്കരിയിലെയും ജനങ്ങൾ ഒന്നു ചേർന്ന് ഇത്ര ആവേശത്തോടുകൂടി ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രതിഷേധ പ്രകടനം അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. പ്രിയമുള്ള പറാൽ നിവാസികൾ, ഇങ്ങനെ ഒരു സമരമുഖത്തേക്ക് പറാൽ നിവാസികളെ തള്ളിവിട്ട, ഇതിന്റെ മറവിൽ മാലിന്യങ്ങൾ തള്ളുന്ന അല്ലെങ്കിൽ അതേപോലെയുള്ള ദുരിതങ്ങൾ പറാൽക്കാർക്ക് ഉണ്ടാക്കുന്ന ചിലരുടെ പ്രവൃത്തി കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊരു സമരമുഖത്തേക്ക് മാറേണ്ടതായിട്ട് വന്നത്. നമുക്കറിയാം, ഒരു കുട്ടനാടൻ ഗ്രാമപ്രദേശമായ പറാൽ എന്ന് പറയുന്ന
ഈ ഗ്രാമപ്രദേശം ചരിത്ര താളുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. നാനാജാതി മതസ്ഥര് സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന ഈ പ്രദേശത്തെ ഇന്ന് സ്വീകരിക്കുന്നത്, ആ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ സ്വീകരിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മാലിന്യവുമാണ്. ഇതൊരു ദുരന്തം തന്നെയാണ്. ഇതിനെതിരെ ശക്തമായിരിക്കുന്ന പ്രതിഷേധമാണ്. വർഷങ്ങൾക്ക് മുമ്പ് 1990-ന്റെ തുടക്കത്തിൽ പറാൽ കുമരങ്കരിയിലെ നല്ലവരായ നിവാസികൾ അവരുടെ വികസന സ്വപ്നം പങ്കുവച്ച് ഒരു മുന്നേറ്റത്തിന് രൂപം നൽകി. ആ മുന്നേറ്റത്തിന്റെ ഫലമാണ് നമ്മളിന്ന് കാണുന്ന പറാൽ കുമരങ്കരി റോഡ്. നാനാജാതി മതസ്ഥരായ ആളുകൾ അന്ന് 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അണിനിരുന്നതെങ്കിൽ ഇന്ന് 30 വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ വീണ്ടും അണിചേരുകയാണ് നമ്മുടെ റോഡിനെ അതിന്റെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ, നമ്മുടെ റോഡിനെ, നമ്മുടെ നാടിനെ മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കാൻ. നമ്മുടെ നാട് ഗതികെട്ട അവസ്ഥയാണ്. അതുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ 5 വർഷം കൂടുമ്പോൾ നൽകിയിരിക്കുന്ന ആ വലിയ ഉത്തരവാദിത്വം അത് സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് സത്യം പറഞ്ഞാൽ ഇന്നിവിടെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇതൊരു ഭാഗം മാത്രമാണ്. ഇതെന്തിനു വേണ്ടിയെന്ന് അധികാരികൾ മനസ്സിലാക്കുവാൻ ഈ കാലമത്രയും ഞങ്ങളെ നിങ്ങൾ കണ്ടിരുന്നത് അവഗണനയുടെ ഭാഗമായിട്ടാണ് കണ്ടിരുന്നുവെങ്കിൽ ഇന്നു മുതൽ പറാൽ പോരാളികൾ ഒറ്റക്കെട്ടായി നിന്ന് പറയുന്നു, ഈ അവസരത്തിൽ ഉറക്കെ പറയുന്നു, ഞങ്ങളെ ഇന്ന് രാത്രി വരെ അവഗണിച്ചെങ്കിൽ നാളെ മുതൽ ഞങ്ങളെ അവഗണിക്കുവാൻ ഞങ്ങൾ നിന്നു തരില്ല. ഞങ്ങൾ ആത്മാർത്ഥമായി ഒറ്റക്കെട്ടായി ഞങ്ങളിലെ മനുഷ്യനെന്ന മനുഷ്യത്വം ഉയർന്നു പ്രവർത്തിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഈ അനീതിക്കെതിരെ ഞങ്ങൾ പോരാടും. അതിന് ഞങ്ങൾ ശക്തമായ രീതിയിൽ മുൻനിരയിൽ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മുൻനിരയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ, അനാവശ്യങ്ങളല്ല, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നിടം വരെ, ആവശ്യങ്ങൾ നേടിയെടുക്കുന്നിടം വരെ ഏതറ്റം വരെയും ഞങ്ങൾ നിൽക്കും. സമാധാനപരമായി സഭ്യമായ രീതിയിൽ തന്നെ അടിയുറച്ചു നിന്നുകൊണ്ട് ആത്മാർത്ഥമായ, ഞങ്ങൾ ജാതിയില്ല, മതമില്ല, മറ്റ് രാഷ്ട്രീയമില്ല, മറ്റ് ചിന്താഗതികളിലൊന്നുമില്ല. ഞങ്ങളിൽ ഒഴുകുന്നത് മാനവരക്തമാണ്. ഞങ്ങളിലുള്ളത് മറ്റൊരു രക്തമല്ല. ഞങ്ങളിൽ ഒഴുകുന്നത് പറാൽ ദേശത്തിന്റെ രക്തമാണ്. പറാലിന്റെ ഉന്നമനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളെ കുപ്പത്തൊട്ടയാക്കി മാറ്റരുത്. നിങ്ങളുടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് തന്നെ നിക്ഷേപിക്കുകയോ അത് ഇല്ലാതാക്കപ്പെടുകയോ ചെയ്യപ്പെടണം. ഞങ്ങളുടെ വീടിന്റെ മുൻവശമല്ല നിങ്ങളുടെ കുപ്പത്തൊട്ടിൽ എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അത് ഈ അവഗണനയ്ക്കെതിരെ നാളിതുവരെ ഇത്രയും കാലമായി സത്യം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞതുപോലെ ജനങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളടക്കം, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പള്ളിക്കൂടത്തിലടക്കം പോകുന്നതാണ്, പള്ളികളിൽ പോകുന്നതാണ്, മറ്റ് ആരാധനാലയങ്ങളിൽ അവരുടെ ആരാധന നിർവഹിക്കുന്നതിന്റെ ഭാഗമായി കടന്നു പോകേണ്ടതാണ്. ആ വഴിയിൽ കൂടി പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിന്നീട് ടൈഗർബാമോ അമൃതാജനോ ഇട്ട് തിരുമിയാൽ പോലും നടുവേദന മാറത്തില്ലാത്ത രീതിയിൽ ഭയങ്കരമായ കുഴിയാണ്. അത് ടോറസ് പോയെന്ന് ചിലർ അധികാരികൾ പറയുന്നു. ടോറസ് പോയത് കൊണ്ടാണ്. അത് ഞങ്ങളുടെ ഭാഗമല്ല, ഞങ്ങൾക്കറിയണ്ട. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങളൊരു തീപ്പെട്ടിക്കൊള്ളി മേടിക്കുമ്പോൾ ഞങ്ങൾ ഒരു പൗരനെന്ന നിലയിൽ ഞങ്ങളുടെ അവകാശങ്ങൾ, അതായത് ഞങ്ങൾക്ക് കൃത്യമായ നല്ല വെളിച്ചം, ഞങ്ങൾക്ക് റോഡ് നല്ല രീതിയിൽ യാത്ര ചെയ്യുവാൻ ആവശ്യമായ റോഡ് അത് തരേണ്ട ഇവിടുത്തെ അധികാരികളുടെ ആവശ്യമാണ്. നമ്മളുടെ പ്രതിനിധികൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒരു സഭയിൽ ചെന്ന് ഇരിക്കാൻ പറ്റത്തില്ല. അതിനാണ് ജനസംഖ്യ അനുപാതത്തിൽ സത്യം പറഞ്ഞാൽ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആ പാവപ്പെട്ടവന്റെ ഭാഗമാണെന്നോ സാധാരണക്കാരന്റെ പ്രദേശമാണെന്ന് കരുതി അവഗണിക്കുവാൻ ഇന്നു മുതൽ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കുക. ഇത് മാത്രമാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ കൊണ്ട് സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആരെയും വെല്ലുവിളിക്കുവാനോ ആരെയും ഒഴിവാക്കുവാനോ ആർക്കെതിരെ മാറ്റി നിർത്തുവാനോ ഒന്നുമല്ല ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിച്ചത്. ഞങ്ങൾ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാനുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമം മാത്രമാണ്. ആ കൂട്ടത്തിൽ തന്നെ ഇതൊരു പരിശ്രമം അല്ലെങ്കിൽ ഒരു തുടക്ക ദിവസം മാത്രമാണ്. ഇതിൽ അതിശക്തമായ രീതിയിൽ ഞങ്ങളെ കൊണ്ട് മുന്നോട്ട് വരുത്തരുതേ എന്നൊരു അപേക്ഷ മാത്രമാണ് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെയും മറ്റ് റവന്യൂ അടക്കമുള്ള അധികാരികളുടെ മുൻപിലേക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഇവിടെ ക്യാമറ സ്ഥാപിക്കേണ്ടതാണെങ്കിൽ ക്യാമറ സ്ഥാപിക്കണം.
ഞങ്ങളവിടെ റോഡിൽ അവിടെ കലുങ്ക് പണിയേണ്ടതാണെങ്കിൽ റോഡ് ഞങ്ങൾക്ക് ആജീവനാന്ത കാലം വൃത്തിയായി സുരക്ഷിതമായി പിഞ്ചു കുഞ്ഞുങ്ങൾക്കടക്കം സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യണമെങ്കിൽ അതിനു വേണ്ടുന്ന നടപടികൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത നികുതി പണം കൊണ്ട് ആരുടെയും കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ഒന്നും തരണ്ട. ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഞങ്ങളുടെ ന്യായമായ അവകാശം ഞങ്ങൾ വളരെ ഹൃദയവേദനയോടെ പറയുന്നു. ഞങ്ങളുടെ പഴയ പറാലിന് ഞങ്ങൾക്ക് തിരികെ തരണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയ എല്ലാവരെയും ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആയിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും ഒത്തുകൂടാനായിട്ടുള്ള ധൈര്യം ഉണ്ടെന്നും നമ്മളെ അവഗണിക്കാൻ ഉദ്യോഗസ്ഥർക്കും മേലധികാരികൾക്കും സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഒത്തുചേർന്നുകൊണ്ട് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സത്യമായ കുരിശിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതോടൊപ്പം മാതാവിന്റെ തിരുരൂപവും നമ്മളെ നോക്കുന്നു. മഹത്തായ ഒരു പോരാട്ടത്തിന് വേണ്ടി നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നു. അത് തികച്ചും ന്യായമായ, മാനുഷികമായ, ആരോഗ്യപരമായ അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിനുവേണ്ടി പറാലിലെ പോരാളികൾ ഇറങ്ങിയിരിക്കുന്നു. പോരാട്ടത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിച്ച, നീതിന്യായത്തിന് വേണ്ടി ബലിയർപ്പിച്ച വേലുത്തമ്പി ദുറയുടെ ഈ അഞ്ചുവിളക്കിന്റെ സ്മാരകത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ഇനിയും പ്രതിജ്ഞ എടുക്കാം. പോരാടാം അനീതിക്കെതിരെ, പോരാടാം അനാരോഗ്യകരമായ ചപ്പുചവറുകൾക്കെതിരെ. അന്നം തരുന്ന പറാലിന്റെ ഉന്നം നോക്കി ചപ്പിയവറുകൾ എറിയുന്ന ആ ആൾക്കാരുടെ മുന്നിൽ അവരെ നമ്മൾ ഒറ്റപ്പെടുത്തിക്കൊണ്ട്, അവരെ നമ്മുടെ നാടിന്റെ മുന്നിൽ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് എവിടുന്ന് വരുന്നോ, എങ്ങു നിന്ന് വരുന്നോ ആ വരുന്നവരുടെ ആ കുൽസിത പ്രവർത്തികൾ, അനാചാര പ്രവർത്തികൾ, ആ അങ്ങേയറ്റം രോഗം പരത്തുന്ന, പകർച്ചവ്യാധി പരത്തുന്ന ആ വ്യവസ്ഥാ സ്ഥിതിയെ നമ്മൾ അങ്ങേയറ്റം മാറ്റുന്നതിന് വേണ്ടി ഈ പോരാട്ട സംഘത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പോരാളികൾ ഫോണിൽ മാത്രമല്ല, സാമൂഹിക ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ടച്ച് മാത്രം തൊട്ട് നോക്കിക്കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിത സ്പന്ദനങ്ങളുടെ, ഹൃദയസ്പന്ദനങ്ങളുടെ ആ ടച്ചും നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് അറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം നേരുന്നു. നമുക്കിനിയും ഈ പോരാട്ടം തുടരാം. പ്രിയപ്പെട്ടവരെ, നന്ദി. പറാൽ പോരാളികളുടെ രക്ഷാധികാരികളിൽ ഒരാളായ ബഹുമാനപ്പെട്ട ടോമിച്ചൻ തൈപ്പറമ്പിൽ ഇപ്പോൾ നമ്മളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, ഇവിടെ അച്ഛൻ പറഞ്ഞു 10-30 വർഷങ്ങൾക്ക് മുമ്പ് പറായിലെ പ്രവർത്തകർ നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഭാഗമാണ് ആ റോഡ്. ശരിയാണ്. ഇന്നിവിടെ ഈ സ്റ്റേജിലും അതിനുവേണ്ടി അധ്വാനിച്ചവര് നിൽപ്പുണ്ട്. നമ്മുടെ കളപ്പുരയിലെ ജോസ് കുട്ടി, ഞാൻ ആരുടെയും പ്രത്യേകം പറയേണ്ടത് ചന്ദ്രശേഖരൻ നായര്, ഭാസ്കരൻ ചേട്ടൻ, അങ്ങനെയുള്ളവരെ ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിതൊരു നല്ല അവസരമാണ്, നമ്മുടെ ഐക്യത്തിന്റെ ഒരു വലിയ കാൽവെപ്പ്. പ്രിയപ്പെട്ടവരെ, ഈ ഐക്യം പറായിൽ നശിക്കത്തുമില്ല. നമ്മളെല്ലാം സഹോദരന്മാരെ പോലെ ഒരേ കൊടിക്കീഴിൽ, രാഷ്ട്രീയമില്ല, മതമില്ല, വർഗമില്ല, വർണ്ണനയില്ല, മറ്റൊന്നുമില്ലാത്ത നാടിന്റെ വികസനത്തിന് വേണ്ടി, നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വിവിധങ്ങളായി, ഇത് നമുക്കിവിടുത്തെ മാലിന്യവും റോഡിന്റെ ആവശ്യമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എളിമയോടുകൂടി പറയുന്നു, ദുഃഖിത ജനത്തെ ഉയർത്തുവാനുള്ള വലിയ ഒരു അധ്വാനത്തിന്റെ ഭാഗമായി ഈ പറാൽ പോരാളികൾ ഉണർന്നു പ്രവർത്തിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.